നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 479 479. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 479. നമ്മളിപ്പോൾ സർഗം 223 ഭഗീരഥ സൗദാസ ഗഡ്വാംഗ ചരിതം അതിലെ 13ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയത്. ഏതോർത്ത് ഉള്ളം വിളങ്ങിച്ച് മുനിമാർ അതിദുസ്തരം സംസാരസാഗരം താണ്ടി മുക്തരായി വിലസിയിടുമോ. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞാൻ 25 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ എനിക്ക് നിർത്താൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം ആശയം മുഴുവനായിട്ടില്ല. പക്ഷേ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ഒരു ഓട്ടോറിക്ഷ വന്ന് നിന്ന് എന്നെ കാണാൻ ഒരാൾ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഒരു കുരുടെ പൈസ കൊടുക്കും വേണം. അപ്പോൾ ഞാൻ വേറെ ആരുമില്ല വീട്ടിൽ, പിന്നെ മിസ്സീസ് ആണെങ്കിൽ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രശ്നങ്ങൾ നമ്മൾ ഈ ശരിക്കും ഈ എന്താ വൃദ്ധാശ്രമം എന്ന് പറഞ്ഞാൽ ഒരു 10, 20, 30, 50 ആളിരിക്കണമെന്ന് മാത്രമല്ല. ഇപ്പോൾ എന്നെ മാതിരിയുള്ള വീടുകളും വൃദ്ധാശ്രമക്കാരാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം, എനിക്ക് 70 to 68 ഭാര്യയ്ക്ക്, ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അത് കൂടാണ്ട് 83 വയസ്സായിട്ട് കണ്ണ് കാണാത്ത പെങ്ങളുമുണ്ട്. അപ്പോൾ ആരെങ്കിലും വന്ന് ബെല്ലടിക്കണതിൻ്റെ മുമ്പ് ഞാൻ സ്ഥലത്ത് എത്തും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ എന്താണെന്ന് പറയുക അബ്രപ്റ്റായിട്ട് നിർത്തിയത്. എനിക്ക് തന്നെ ആശ്രയദോഷം ഉണ്ടാവാണ്ടിരിക്കണേ ഭഗവാനെ എന്ന് ഞാൻ ഭഗവാനോട് മുൻകൂർ ജാമ്യം എടുത്തു. മനസ്സിലായില്ലേ? അപ്പോൾ ആ സ്ഥലമാണെങ്കിലോ വളരെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ. ഏത് ഓർത്ത് ഉള്ളം വിളങ്ങിച്ചു മുനിമാരതി ദുസ്തരം. സംസാരസാഗരം തരണം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അത് സാധ്യമാവണത് എപ്പോഴും ഈശ്വരസ്മരണ നിലനിർത്തിക്കൊണ്ട് മാധവസേവ എന്ന രീതിയിൽ ഈശ്വരന് പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ സ്വസ്തിയും സമാധാനവും ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ 100 സപ്താഹം ചെയ്തുകൊണ്ട് കാര്യമില്ല. മമത ഉണ്ടാവാൻ പാടില്ല. പ്രീതിജനകമായിരിക്കണം. അത് ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾക്ക് there is no ഷോർട്ട് കട്ട്. ജീവിതത്തിൽ ഒരാൾക്കും ഷോർട്ട് കട്ടില്ല. എന്തൊക്കെ സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ അനുഭവിച്ച് തീർക്കണം. അതിപ്പോൾ ആചാര്യനാണെങ്കിലും ശരി, ശ്രോതാക്കളാണെങ്കിലും ശരി, എല്ലാം നല്ല സ്പിരിറ്റിലെടുക്കുക. ധാരാളം വായിക്കുക. അർത്ഥവത്തായിട്ടുള്ള തത്വശാസ്ത്രങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുക. എന്നാൽ എന്തുണ്ട്, പുനരഭി ജനനം പുനരഭി മരണവും ഇല്ലാതെ കണ്ട് രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ടാണ് സംസാര സാഗരം താണ്ടി മുക്തരായി വിലസിയിടുമോ. വേറെ രക്ഷയില്ല. അപ്പോൾ പറഞ്ഞു, കൃഷ്ണാംഗ്രി പത്മം അതിൽ നിന്നുളവാം ഗംഗ ഈ വിധം. ഈ ഗംഗ എന്ന് പറഞ്ഞാൽ എന്താ? കൃഷ്ണാംഗ്രി, അതായത് മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ വാമനൻ ഒക്കെ ഒന്നാന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. കൃഷ്ണാംഗ്രി പത്മം അതിൽ നിന്നുളവാം ഗംഗ ഈ വിധം സ്വർഗം സകരപുത്രന്മാർക്ക് ഏകി എന്താ അതിൽ അത്ഭുതം. രക്ഷിക്കണേന്ന് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. രക്ഷിക്കണേ. അപ്പോൾ സ്വർഗം സകരപുത്രന്മാർക്കാകി എന്തതിൽ അത്ഭുതം. ഇപ്പം എന്നോട് പല ആൾക്കാരും ചോദിക്കും, എങ്ങനെയാണ് താൻ ഒരാൾ ജോലി ചെയ്തിട്ട് ചെറിയൊരു വീടും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് എങ്ങനെ, കുട്ടികളാണെങ്കിൽ ഹൈലി ക്വാളിഫൈഡ്. ഞാൻ പറഞ്ഞു, എനിക്കതിൽ യാതൊരു പങ്കുമില്ല. എനിക്ക് കിട്ടുന്ന കാശ് എൻ്റെ കടമകളും കടപ്പാടുകളും നിറവേറ്റാൻ വേണ്ടി ഞാൻ 3 കുടുംബത്തിനെ, എൻ്റെ കുടുംബവും എൻ്റെ അമ്മയുടെ കുടുംബവും എൻ്റെ ഇൻലോസിൻ്റെ കുടുംബത്തിനെയും സംരക്ഷിച്ച് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഉണ്ടായിട്ടാണോ? അല്ല, ഉള്ളതുകൊണ്ട് ഓണം പോലെ. അതുകൊണ്ട് എന്തുണ്ട്, എനിക്ക് ഭാഗവതത്തിനോട് താല്പര്യം ജാസ്തിയായി. കാരണം ഭഗവാൻ എൻ്റെ കാര്യങ്ങൾ വീഴ്ച വരുത്താതെ കണ്ട് നോക്കുമ്പോൾ എനിക്ക് ഭഗവാനോടുള്ള പ്രതിബദ്ധത കൂടുകയാണ്, ഭാഗവതത്തിനോടുള്ള പ്രതിബദ്ധത കൂടുകയാണ്.
അതുകൊണ്ടാണ് പറഞ്ഞത് ഭഗീരഥൻ്റെ സുതനാം ശ്രുതൻ നാഭൻ അവൻ മകൻ സിന്ധുദീപൻ തൻ മകനാണ് അയുധായുസ് സുതൻ മകൻ. ഇങ്ങനെ പറഞ്ഞു വരുന്നു. ഇനി 16ാമത്തെ ശ്ലോകം ഞാൻ വായിക്കുന്നുണ്ട്. അത് ഞാൻ എൻസർക്കിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഗരിമയുള്ള ഒരു ശ്ലോകമാണത്. തൻ പുത്രനാണ് അക്ഷവിദ്യയ്ക്ക് അശ്വവിദ്യ പഠിച്ചവൻ നളനോട് ഋതുപർണാഖ്യൻ. അത് കൂട്ടക്ഷര ഋതുപർണൻ എന്നുള്ളത് വായിക്കാൻ സാധിച്ചാൽ നമ്മൾക്ക് രക്ഷപ്പെടാം. അതുകൊണ്ട് ഞാൻ അവിടെ എഴുതി വയ്ക്കും ഋതുപർണൻ. കൂട്ടക്ഷരാവകരണം അത് കിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. തൻ പുത്രനാണ് ആര്? ഈ ഭഗീരഥൻ്റെ സുതനാം ശ്രുതൻ. ഭഗീരഥൻ ശ്രുതൻ, നാഭനവൻ മകൻ, പിന്നെ സിന്ധുദീപൻ. ആ സിന്ധുദീപൻ തൻ മകനാണ് അയുധായുസ്. അയുധായുസിൻ്റെ മകനാണ് തൻപുത്രനാണ് അക്ഷവിദ്യയ്ക്ക് അശ്വവിദ്യ പഠിച്ചവൻ. അതെന്താന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി പറഞ്ഞു തരാം. ശരാശരി ഒരു പാരായണക്കാരനോ മനസ്സിലായിട്ടുണ്ടാവില്ല. ആചാര്യന്മാരെ ഞാൻ അപഹസിക്കില്ല അതുകൊണ്ട്. കാരണം വായിച്ചു പോയാൽ ഇത് മനസ്സിലാവില്ല. വളരെ ഡിസ്ക്രീറ്റായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അക്ഷവിദ്യ, അപ്പോൾ തൻ പുത്രനാണ് അക്ഷവിദ്യയ്ക്ക് അശ്വവിദ്യ പഠിച്ചവൻ. അശ്വവിദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പശുവിനെ എങ്ങനെയാണ് വാങ്ങറിയോ നിങ്ങൾക്ക്? പശുവിൻ്റെ പല്ല് നോക്കണം. വായ പൊളിച്ച് അതിൻ്റെ താഴെ എത്ര പല്ലുണ്ട്, മേലെ എത്ര പല്ലുണ്ട്, അങ്ങനെയാണ് വയസ്സ് പറയാം. എത്ര പല്ലുണ്ടെന്ന് നോക്കിയിട്ടാണ്. അതേപോലെ കുതിര നിമ്നോന്നതങ്ങൾ, കുണ്ടും കുഴിയും ഉള്ള സ്ഥലം വരുമ്പോൾ കുതിരപ്പുറത്ത് എങ്ങനെ പോകണം, അല്ലെങ്കിൽ രഥം എങ്ങനെ ഓടിക്കണം, അപ്പോൾ കുതിരയ്ക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവണം, എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാവാൻ പാടില്ല. പിന്നെ കുതിരയുടെ മനസ്സറിയാൻ സാധിക്കണം. അതായത് മനസ്സറിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗർത്തം ചാടും കുതിരപ്പുറത്ത് പ്രയാണം ചെയ്യുമ്പോൾ. അപ്പോൾ ആ കുതിരയുടെ ശക്തി മനസ്സിലാക്കിയിട്ടുള്ള ഗർത്തങ്ങളെ ചാടിക്കാൻ പാടുള്ളൂ. ആ കുതിരയുടെ വ്യാപ്തിക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കടിഞ്ഞാണ് പിടിച്ച് കുതിരയെ ഇറക്കി നടത്തണം. അതിനാണ് അശ്വഹൃദയ മന്ത്രം ആണ്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? തൻപുത്രനാണ് അക്ഷവിദ്യയ്ക്ക് അശ്വവിദ്യ പഠിച്ചവൻ. കയ്യിലുള്ളതൊന്ന് കൊടുത്തിട്ടാണ് അശ്വവിദ്യ പഠിച്ചത്. അപ്പോൾ അക്ഷവിദ്യ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പിടി നെല്ല് കയ്യിലെടുക്കുക, അക്ഷവിദ്യ മനസ്സിൽ വിചാരിച്ച് ഒരു ഭാഗത്ത് വയ്ക്കുക. വേറൊരാളോട് ചോദിക്കുക, ഈ പിടി ഇല്ലല്ലോ എത്ര നെല്ലുണ്ട്? അവർ കമ്മച്ചം പറയും. നേരെ മറിച്ച് അക്ഷവിദ്യ പഠിച്ചവന് പറയാൻ പറ്റും. അതേമാതിരി ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഒരു പണ്ഡിത ഷാരോടി നാരായണീയ ആഖ്യാനൊക്കെ എഴുതിയിട്ടുള്ളൊരു അദ്ദേഹം കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുക എങ്ങനെയാണ്? അദ്ദേഹം മാല കെട്ടുപോകും. അപ്പോൾ പറയും ഒരു പിടി തെച്ചിപ്പ് കൊടുക്കും, എന്നിട്ട് ഒരു തേക്കിൻ്റെ ഇലയിൽ ഞാൻ കുറച്ച് പുഷ്പം, ഇതിൽ എത്രയുണ്ടോ ചോദിക്കും. കുട്ടികൾ അന്തം വിടും. ഇദ്ദേഹം പറയും ഇത്ര പൂവുണ്ടെന്ന്. എണ്ണി നോക്കി അത്ര ശരിയാവും. അത് അക്ഷഹൃദയം ആണ്. അക്ഷഹൃദയം അത് കൊടുത്ത് ദമയന്തി, അതായത് നളൻ ദമയന്തി ആ കഥയിലാണ്. അപ്പോൾ ഭാഗവതം എത്രയോ ഏത് കാലത്തെ 5000 വർഷം എന്നൊന്നും പറയരുത്. കലികാലം തുടങ്ങി എന്നുള്ളത് വാസ്തവം. പക്ഷെ എത്ര കലികാലം, എത്ര ചതുരികങ്ങൾ കഴിഞ്ഞു എന്നൊക്കെ അറിയണം. വെറുതെ വായ തോന്നിയത് 5000 വർഷം 7500 വർഷം എന്ന് പറയരുത്. നമുക്ക് ന്യൂമറോളജി അല്ല പ്രശ്നം. നമ്മൾക്ക് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആ തൻപുത്രനാണ് അക്ഷവിദ്യയ്ക്ക് അശ്വവിദ്യ പഠിച്ചവൻ ഒന്ന് കൊടുത്തിട്ട് വേർന്ന് പിടിച്ചു. നളൻ
നളനോട് ഋതുപർണാക്യൻ തൻ മകൻ സർവകാമനും. അതാണ് കഥ. നളനോട്. അപ്പം നളൻ എന്തറിയാം? പിന്നെ അക്ഷഹൃദയ അറിയാം. അപ്പോൾ അശ്വവിദ്യ അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ അക്ഷഹൃദയ വിദ്യ പഠിച്ചു. എന്താ ഇതിൽ ഇത്ര ഉള്ളത് ചോദിക്കും നിങ്ങൾ. ഇതിലുണ്ട്. മനുഷ്യന്മാർക്ക് എക്സ്ട്രാ ഓർഡിനറി സിദ്ധികൾ എങ്ങനെ ഉണ്ടാവുന്നത്? മന്ത്രങ്ങളിൽ കൂടെയാണ്. മന്ത്രം സ്വാധീനമാകുമ്പോൾ മന്ത്രമൂർത്തി നാരായണ 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 എന്ന് നമ്മുടെ മുത്തശ്ശിമാരെ ജപിച്ചിരുന്നു. എത്രയോ 90, 95 വയസ്സ് വരെ മുത്തശ്ശിമാർ ജപിച്ചിരുന്നു. എനിക്കൊരു മുത്തശ്ശി, എൻ്റെ അമ്മയുടെ അമ്മ പാർവമ്മ എന്ന് പറയും. അവർക്കൊരു അനുഗ്രഹം. പണ്ടത്തെ കാലത്ത് ഈ അലോപ്പതി ഇത്ര പരിഷ്കാരത്തിലില്ലാത്ത കാലത്ത് ആർക്കെങ്കിലും കയ്യോ കാലൊക്കെ ഉളുക്കിയാൽ അവർ തൊട്ടാൽ മതി, മാറും. അപ്പം എന്നോട് പറയും, അത് ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ പറഞ്ഞു പറഞ്ഞതിൻ്റെ താല്പര്യം, ഈ നാരായണ ജപിക്കണ മുത്തശ്ശിമാര് കുട്ടികൾക്ക് മഞ്ഞക്കമാല പനിയൊക്കെ വന്ന ഭസ്മം നെറ്റിയിൽ വെച്ചിട്ട് ഊതി ഇറക്കും പനി. ഞാൻ അനുഭവസ്ഥനാണ്, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പം ഇതൊന്നും ശാസ്ത്രത്തിനെതിരല്ല, ശാസ്ത്രമാണ് ഇതൊക്കെ. പക്ഷെ നമ്മൾക്ക് ശാസ്ത്രം അറിയാണ്ട് പോയി, നമ്മളിത് വായിക്കാണ്ട് പഠിക്കാതെ പോയി. അപ്പം ഇവിടെ അദ്ദേഹത്തിൻ്റെ മകനാം സുദാസാക്യൻ മഹീവരൻ സൗദാസനാണുതൻ പുത്രൻ ദമയന്തിയെ വേട്ടവൻ. വസിഷ്ഠർഷി ശപിച്ച് ഇയാൾ രക്ഷസായി അനപത്യനായി. രക്ഷസായി അനപത്യനായി, കുട്ടികളില്ല, ഒരു ദുർഭൂതമായിട്ട് മാറി തീർന്നു. മിത്രസഹനാണ് അങ്ങനെ തീർന്നത്. കോമയുണ്ട് അവിടെ. കൽമഷാംഗ്രി എന്നും പുകഴ്ന്നവൻ. അയാൾക്കൊരു ഓമനപ്പേരുണ്ട്, കൽമഷാംഗ്രി. സൗദാസൻ ഈ വിധം ശാപം പറ്റുവാനെന്തു കാരണം? ചോദ്യം ചോദിച്ചു. ആരെ? പരീക്ഷത്ത് ചോദ്യം ചോദിച്ചു. അപ്പോൾ ശുഖബ്രഹ്മർഷി പറയുന്നുണ്ട്, സൗദാസന് ഈ വിധം ശാപം പറ്റുവാൻ എന്തു കാരണം? ഗുരുവിൻ തെറ്റുകൊണ്ടെങ്കിൽ വേണ്ട ചൊല്ലിടിനാൻ മുനി. ആരുടെ അടുത്താണ് തെറ്റ്? സൗദാസനൊരു നായാട്ടിൽ കൊന്നു രക്ഷസ് എന്നവൻ വിട്ടയച്ചുള്ളതൻ ജ്യേഷ്ഠൻ അതിൻ്റെ വക വീട്ടുവാൻ. ഒരു കർമ്മം ചെയ്യാതെ കണ്ട റിസൾട്ട് ഉണ്ടാവില്ല. അത് കർമ്മം ചെയ്യാനുള്ള പ്രേരണ നമ്മൾക്ക്, സത്കർമ്മമാണോ ദുഷ്കർമ്മമാണോ, അതിന് പ്രേരണ കിട്ടുന്നത് അവരവരുടെ മനസാക്ഷിയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ചെയ്ത കർമ്മങ്ങളുടെ സുഹൃത ദുരിതങ്ങളാണ് എനിക്ക് ദോഷവും ഗുണവും ഉണ്ടാവുന്നത് എല്ലാവർക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയാൻ കാരണം, സൗദാസൻ എന്ന് പറഞ്ഞ ആള് സൗദാസൻ ഒരു നായാട്ടിൽ കൊന്നു രക്ഷസ്. അപ്പം അവൻ എന്ത് ചെയ്തു? വിട്ടയച്ചുള്ളതൻ ജ്യേഷ്ഠൻ അതിൻ്റെ വക വീട്ടുവാൻ. അതായത് ഈ രക്ഷസിനെ തൻ്റെ ഏട്ടൻ, സൗദാസൻ ഒരു നായാട്ടിൽ കൊന്ന രക്ഷസ് എന്നവൻ വിട്ടയച്ചുള്ളതൻ ജ്യേഷ്ഠൻ അതിൻ്റെ വക വീട്ടുവാൻ. ഏട്ടാനിയന്മാർ തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മ. അപ്പോൾ വെപ്പുകാരൻ്റെ വേഷത്തിൽ നരമാംസം വിളമ്പവേ, വേഷം മാറിയിട്ട് കുക്കായിട്ട് വന്നു. വെപ്പുകാരൻ്റെ വേഷത്തിൽ നരമാംസം വിളമ്പവേ വസിഷ്ഠ ഗുരു കോപിച്ചു ശപിച്ചാൻ നൃപവര്യനെ. രാജാവിനെ ശപിച്ചു, നീ ഈ ദുഷ്കർമ്മഫലം ആയൊരു രാക്ഷസനായി വരും. ഇപ്പം മനസ്സിലായോ? തെറ്റ് അറിഞ്ഞ് ചെയ്താലും അറിയാണ്ട് ചെയ്താലും ഫലമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു എക്സാമ്പിളുണ്ട്. നമ്മളൊക്കെ ഈ കുട്ടികൾക്ക് പനി വരുമ്പോൾ എന്താ പറയുക, ഈ പനിക്കുള്ള ഗുളിക കഴിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ സിറപ്പ് കിട്ടും. നമ്മൾ ഗുളിക കഴിക്കും മുതിർന്നവരെ, അതിൻ്റെ സിറപ്പ്, എനിക്ക് അതിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അമ്മാതിരി കുപ്പികൾ വീട്ടിൽ ധാരാളം ഉണ്ടാവും. അപ്പോൾ ചിലവരെ അമ്മാതിരി കുപ്പിയിൽ ഈ ആവണക്കണ്ണ പണ്ടുന്നുണ്ട്. അതൊരു വയറിളക്കാനൊക്കെ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ പിന്നെ കഥ ഞാൻ ഇങ്ങനെ പറയാം.
ഈ ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലേബിൾ നമ്മൾ ഉടനെ കളയണം, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ വരും. അപ്പോൾ തൻ്റെ കുട്ടിക്ക് അറിയാതെ കണ്ട് സിറപ്പ് കൊടുക്കുന്നതിന് പകരം ഈ കുപ്പിയിൽ വെച്ചിട്ടുള്ള ആവണക്കെണ്ണ 1/2 സ്പൂണ് കൊടുത്തു. ചെറിയ കുട്ടിയാണ്. ആവണക്കെണ്ണയുടെ ഇത് വഴുവഴുപ്പ് ജാസ്തിയാണ്. അത് കുട്ടിയുടെ ശ്വാസനാളത്തെ ബാധിച്ചു. ഇറങ്ങിയില്ല താഴത്തേക്ക്, കുട്ടി മരിച്ചു. അപ്പോൾ ഇതൊരു കഥ പറയും. ആ അമ്മ അറിഞ്ഞിട്ടല്ലല്ലോ ചെയ്യണത്, അറിയാണ്ടാണല്ലോ സിറപ്പ് കൊടുക്കുന്നത്. അപ്പോൾ അറിഞ്ഞ് ചെയ്താലും അറിയാണ്ട് ചെയ്താലും ഇപ്പം ചിലവർക്കൊരു ഒരു സ്വഭാവമുണ്ട്, നീ അറിയാണ്ട് ചെയ്തല്ലേ ഈശ്വരൻ മാപ്പാക്കുന്നു. ഈശ്വരൻ എങ്ങനെയാണ് മാപ്പാക്കുക? മാപ്പാക്കും. എങ്ങനെ? 99% അല്ലെങ്കിൽ 90% റൈറ്റ് ആറ്റിറ്റ്യൂഡുള്ള ഒരാൾ ചെറിയൊരു തെറ്റ് ചെയ്താൽ ഭഗവാൻ കണ്ണടയ്ക്കും. പക്ഷെ 90% തെറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരാൾ 91% ഒരു തെറ്റ് ചെയ്താൽ ഭഗവാൻ ക്ഷമിക്കില്ല. അപ്പം എല്ലാറ്റിലും ഉത്തമം, മധ്യമം, അധമം എന്നുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ദി ബെസ്റ്റ്, ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവൂ. അതുകൊണ്ടാണ് ഇവിടെ പറയാൻ കാരണം, വെപ്പുകാരൻ്റെ വേഷത്തിൽ നരമാംസം വിളമ്പവേ വസിഷ്ഠ ഗുരു കോപിച്ചു ശപിച്ചാൻ നൃപവര്യനെ, നീ ഈ ദുഷ്കർമ്മ ഫലമായൊരു രാക്ഷസനായി വരും രാക്ഷസിൻ പണിയെന്നോർത്തു 12 ആണ്ടയ്ക്ക് കുറിക്കിലും. 12 വർഷം നമുക്ക് ഈ ശാപം ഉണ്ടാവുന്ന പറഞ്ഞത്. പകരം നൃപൻ അങ്ങോട്ടും ശപിപ്പതിനൊരുങ്ങിനാൻ. ഓ മൈ ഗോഡ് എന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ. അതായത് വസിഷ്ഠരെ അങ്ങോട്ട് ശപിക്കേ. എല്ലാവരുടെയും പോസിറ്റീവ് എനർജി ഉണ്ട്. അപ്പോൾ ഈ കഥ 6-ാം സ്കന്ധത്തിൽ വരും. അതായത് ഒരു പിന്നെന്താ പറയുക, ഒരു സിദ്ധിയുള്ള ആൾ വിദ്യാധരൻ ആകാശമാർഗത്തിൽ കൂടെ പോകുമ്പോൾ ഭഗവാൻ പരമേശ്വരൻ പാർവതീദേവനെ തൻ്റെ തൃത്തുടയിൽ വെച്ച് ഇടത് കൈകൊണ്ട് കെട്ടിപ്പിടിച്ചിട്ടാണ് ഋഷിമാർക്ക് വേദം അല്ലെങ്കിൽ പിന്നെ വേദോപനിഷത്തുകൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒന്ന് ചിരിച്ചു. അതാർക്കടൊന്നുമില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത്, ഇത് കണ്ടിട്ട് വേണം മറ്റുള്ളവരിങ്ങനെ ചെയ്യാൻ എന്ന് അപഹസിച്ചു ശിവനെ. ശിവനൊന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ. പക്ഷേ പാർവതീദേവിക്ക് ക്രോധം വന്നു. ക്രോധം വന്നപ്പോൾ ഇവനെ ശപിച്ചു, വിദ്യാധരനെ. അപ്പോൾ ആ വിദ്യാധരൻ പറഞ്ഞു, ദേവി എനിക്കൊരു അനുഗ്രഹമായി ഈ ശാപം എന്ന്. അങ്ങനെ അദ്ദേഹം സ്ഥലം വിട്ടു. വൃത്രാസുരൻ്റെ കഥയിലാണ് ഇത് വരണത്. വൃത്രാസുരൻ്റെ പൂർവ്വജന്മം ഒക്കെ പറയുമ്പോൾ അപ്പോൾ അവിടെ പരമശിവൻ പറയുന്നൊരു വാക്കുണ്ട്. ഈ വിദ്യാധരൻ മഹാവിഷ്ണുവിന് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ തന്നെ ശപിക്കാനുള്ള ശക്തി ഉണ്ട്. ശക്തി ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ശപിക്കരുത്. എന്താ കാരണം? നമ്മൾ ശപിച്ചാൽ അത്രയും അതിൻ്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള പോസിറ്റീവ് എനർജി ലൂസായി പോകും നമ്മുടെ നിന്ന്, നെഗറ്റീവ് എനർജി കയറും. അതുകൊണ്ടാണ് നമ്മൾ വഴിത്തർക്കത്തിലോ മറ്റു വാക്ക് തർക്കത്തിലോ നമ്മൾ ഇടപെടാൻ പാടില്ല. ശരിയോ തെറ്റോ, ലെറ്റ് ഇറ്റ് ബി. ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം അത് ശരിയാവും. അല്ലെങ്കിൽ അതിന് അനുസരിച്ച് നീതിമാന്മാരെ കണ്ടിട്ട് എന്താ വെച്ചാൽ ചെയ്യാം. പ്രശ്നമുണ്ടോ? ഇപ്പോൾ ഒരാളുടെ കാലബലം ശരിയാണെങ്കിൽ ലിറ്റിഗേഷൻ എക്സ്റ്റെൻഡ് ആവും. അതിപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം. ഈ ഇതിൽ താല്പര്യമുള്ളവർക്ക്, രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവർക്ക് അറിയാം. അപ്പം ഈ നീതിമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ണ് കെട്ടിയിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ കുളത്തിന് തീ പിടിച്ചു എന്ന് പറഞ്ഞാൽ കണ്ടവരുണ്ടോയെന്നാണ് ചോദിക്കുക. ഇപ്പം എന്ത് വേണമെങ്കിലും സാധിക്കും. ഇന്ന് കാസർഗോഡിൽ നല്ലൊരു പച്ച തെങ്ങ് ഒരു 12-1 മണിക്കട് കത്താൻ തുടങ്ങി. അന്തരീക്ഷതാപം കൂടിയിട്ട്. അതേമാതിരി പല സ്ഥലത്തും കടലുകളെ പിന്നിലേക്ക് ഉൾവലിയുന്നുണ്ട്. ഇതൊക്കെ എന്താ കാണിക്കണത്?
നല്ല സജ്ജനങ്ങളുടെ മനസ്സ് ചുടുമ്പോൾ പ്രകൃതിക്ക് ക്ഷോഭമുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? പകരം നൃപനങ്ങോട്ടും ശപിപ്പതിനൊരുങ്ങിനാൻ മതയന്തി തടഞ്ഞാൽ വന്നെല്ലാം ജീവമയങ്ങളായി. അവിടെ ദമയന്തി എന്നല്ല മതയന്തി എന്നാണ് അവിടെ. ഞാൻ ആദ്യത്തേൽ മതയന്തി എന്നുള്ളതിന് ദമയന്തി എന്ന് വായിച്ചു. അത് എനിക്ക് തെറ്റുപറ്റിയതാണ്. അത് ഏതിലെ 17ാമത്തെ ശ്ലോകത്തിൽ പറയണ്ടേ, അദ്ദേഹത്തിൻ്റെ മകനാം സുദാസാഖ്യ മഹീവരൻ സൗദാസനാണു തൻ പുത്രൻ മതയന്തിയെ വേട്ടവൻ. അപ്പം ആ പിന്നെ മതയന്തിനെയാണ് ഇവിടെ വരുന്നത്. ഏത്? പകരം നൃപൻ അങ്ങോട്ടും ശപിപ്പതിനൊരുങ്ങിനാൻ മതയന്തി തടഞ്ഞാൽ വന്നെല്ലാം ജീവമയങ്ങളായി കണ്ടു ശാപജലം തൻ്റെ കാലിൽ തന്നെ ഒഴിക്കയാൽ. ഈ ശാപം ശപിക്കലെങ്ങനെയാ? കയ്യിലൊരു തുള്ളി വെള്ളം എടുത്ത് അഭിമന്ത്രം ചെയ്തിട്ട് തളിക്കുകയാണ്. അപ്പോഴാണ് രാക്ഷസനാവും അല്ലെങ്കിൽ മൃഗാവും. എന്താ വെച്ചാൽ അപ്പം കണ്ടു ജീവമയങ്ങളായി കണ്ടു എന്നാ. അപ്പം ആ കൂട്ടി വായിക്കണം. അപ്പോൾ മതയന്തി തടഞ്ഞാൾ വന്നെല്ലാം ജീവമയങ്ങളായി കണ്ട് ശാപജലം തൻ്റെ കാലിൽ തന്നെ ഒഴിക്കയാൽ കരുവാളിച്ചു കൽമഷാപാതനായി തീർന്നു പാർത്ഥിവൻ. ഈ രാജാവ് പാർത്ഥിവൻ അതിവിടെ പറയണ്ടായി. എന്താ പറഞ്ഞത്? എന്ത് അതായത് പേര് 2 പേരുണ്ടായിരുന്നു. 18ാമത്തെ ശ്ലോകം. വസിഷ്ഠർഷി ശപിച്ച് ഇയാൾ രക്ഷസായി അനപത്യനായി തീർന്നു മിത്രസഹൻ, കൽമഷാംഗ്രി എന്നും പുകഴ്ന്നവൻ സൗദാസൻ ഈ വിധം ശാപം പറ്റുവാനെന്തു കാരണം എന്നാണ്. ആ കാരണമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ കരിവാളിച്ചു കൽമഷപാതനായി തീർന്നു. കൽമഷപാതൻ, കരിവാളിച്ച പാദത്തോടു കൂടിയവൻ അർത്ഥമായി. പണ്ടൊക്കെ പേര് വരിക ഗുണം കൊണ്ടാണ്. ഇന്ന് ഗുണമില്ലാതെ കണ്ടാണ് ഓരോരുത്തരെ പേരിടുന്നത്. അതന്നെ തെറ്റ്. പണ്ടൊക്കെ നാരായണൻ എന്നൊരാൾക്ക് പേരിട്ടാൽ 10 ആൾ ആ നാരായണ ശബ്ദം പിന്നെ ദുഃഖത്തോടു കൂടിയിട്ടോ തമാശയിലോ വിളിച്ചാലും അതിനൊരു ഗുണമുണ്ടായിരുന്നു. അതാത് നാമത്തിന് ചില ഗുണങ്ങളുണ്ട്. അതൊക്കെ അറിയാതെ കണ്ട് പോയി നമുക്ക്. അപ്പം ഇവിടെ ആ കരുവാലിച്ചു കൽമഷപാതനായി തീർന്നു പാർത്ഥിവൻ കോപിക്കിലും മിത്രമാം തൻ പത്നി ചൊല്ലിയതാവിധം. ചില സമയത്ത് ഭാര്യമാർ പറഞ്ഞത് കേൾക്കണം, അല്ലെങ്കിൽ എന്ത് പറ്റും? കുടുംബം നാനായതായിട്ട് പോകും. അപ്പോൾ സ്ത്രീകൾ ദയ അർഹിക്കുന്നുണ്ട്. അവർ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി നമ്മളെ താക്കീത് ചെയ്യുമ്പോൾ നമ്മളത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് കോപിക്കിലും മിത്രമാം തൻ പത്നി ചൊല്ലിയതാവിധം സഹിച്ചില്ല മിത്രസഹൻ എന്ന പേർ വന്നതങ്ങനെ. ഈ മിത്രസഹൻ എങ്ങനെ വന്നു എന്നാണ് പിന്നെ അതിങ്ങനെ വന്നത്. കോപിക്കിലും മിത്രമാം തൻ പത്നി ചൊല്ലിയതാവിധം സഹിച്ചില്ലേ. സഹിച്ചില്ലേ എന്നാണ്. സഹിച്ചില്ലേ. ദേഷ്യം വന്നപ്പോൾ കോപം അടക്കൂന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മിത്രസഹൻ എന്ന പേർ വന്നത് ഇങ്ങനെ. അപ്പോൾ എങ്ങനെയാണ് എന്താ പറയുക, കൽമഷപാതൻ എന്നുള്ള പേര് വന്നത്? മിത്രസഹൻ എങ്ങനെയാണ് വന്നത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എനിക്ക് രാജഗോപാലൻ എന്നുള്ള പേരുണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ മിത്രത്വം ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്താൽ എൻ്റെ പേരെന്താവും? മിത്രസഹനാവും. അല്ല, നിങ്ങൾക്ക് ഞാൻ പാര വെച്ചു വിചാരിച്ചാലോ? ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇവിടെ കാലിൽ കറുപ്പേറെയാർന്ന, ഈ കരുവാളിക്കാന്ന് പറഞ്ഞ എന്താ അർത്ഥം? കാലിൽ കറുപ്പേറെയാർന്ന രക്ഷസായി കാട്ടിൽ വാഴുവോൻ വിപ്രദമ്പതിമാരട്ടു ശൃംഗാരിപ്പതു കാണവേ. കാലിൽ കരുവാളിച്ചതും വെച്ച് ഇയാൾ ഒരു പിന്നെന്താ പറയുക, രക്ഷസായിട്ട് കാട്ടിൽ നടക്കുകയാണ്. അപ്പോഴാണ് ഒരു വിപ്രദമ്പതിമാർ ശൃംഗരിക്കേണ്ടത് കണ്ടു. ശ്രദ്ധിക്കണം. അപ്പോൾ വിശപ്പാൽ വിപ്രനെ തിന്നാൻ, രാക്ഷസല്ലേ, അപ്പോൾ പുരുഷനെ കഴിച്ചു.
ചെന്നു വാവിട്ടു സാധിയാൽ, അല്ല ചെന്ന് വാവിട്ടു സാധിയാൽ. സ്വാധി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നല്ല സ്വഭാവമുള്ളവളെന്നർത്ഥം. സാധുത്വം. സ്വാധിയാൾ വിവേകി എന്നർത്ഥം പറയണം. അപ്പോൾ ഭർത്താവിനെ രക്ഷസ് പിടിച്ച് തിന്നപ്പോൾ വാവിട്ട് കരഞ്ഞു. ചൊല്ലിനാൾ അങ്ങൊരു വെറും രക്ഷസല്ല നൃപാലനാം. ആഹാ, താൻ വെറും രക്ഷസല്ല, അങ്ങൊരു രാജാവായിരുന്നു. എന്താ ഇങ്ങനെ വന്നത്? മദയന്തീവരൻ സൗദാസനാണ് ഇക്ഷ്വാകു വംശജൻ. അങ്ങ് മദയന്തീവരൻ, മദയന്തിയുടെ ഭർത്താവ് സൗദാസനാണ്, ഇക്ഷ്വാകു വംശജനാണ്. അധർമ്മം ചെയ്തു പോകായക എൻ വരനെ കൊന്നിടായക നീ. അപ്പോൾ ഈ ഭർത്താവിനെ പിടിച്ച് തിന്നാൻ പിടിച്ചു. അപ്പോഴാണ് ഇവള് വന്നിട്ട് പറയണത്, നിങ്ങൾ സാധാരണ ഒരു രക്ഷസല്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം രക്ഷസായതാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ 12 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും രാജാവായിട്ട് തീരാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മദയന്തീവരൻ സൗദാസനാണ് ഇക്ഷ്വാകു വംശജൻ, അധർമ്മം ചെയ്തു പോകായക എൻ വരനെ കൊന്നിടായക നീ. അപ്പോൾ ഇനി വരുന്നത് 29ാമത്തെ ശ്ലോകം എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. മനുഷ്യദേഹം സർവാർത്ഥപ്രദമെന്നു മറക്കല. ഒരാചാര്യൻ ഓഡിയൻസിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ശ്ലോകമാണ്. അല്ലാണ്ട് നാളെ ഈ പൂജയുണ്ട്, നിങ്ങൾ ദക്ഷിണ കൊണ്ടുവരണം, അങ്ങനെയല്ല പറയേണ്ടത്. എന്താ? മനുഷ്യദേഹം എന്തിനാ? സർവാർത്ഥപ്രദം എന്ന് മറക്കരുത്. എന്താ സർവാർത്ഥപ്രദം? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഒരു ആനയ്ക്ക് പറ്റില്ല ധർമാർത്ഥ കാമം മോക്ഷം, അല്ലെങ്കിൽ ഒരു എലിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഒരു നായയ്ക്ക് പറ്റില്ല, പപ്പിക്ക് പറ്റില്ല. മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ. ധർമ്മം അധർമ്മം അറിയണം, എന്നാലല്ലേ ധർമ്മത്തിന് വിലയുള്ളൂ. അപ്പോൾ ധർമ്മം, ആ ധർമ്മത്തിൽ കൂടെ അർത്ഥം ഉണ്ടാവണം. ധർമ്മത്തിൽ കൂടെ നേടിയ അർത്ഥം കൊണ്ട് വേണം കാമനകളെ പൂർത്തീകരിക്കാൻ. നമ്പർ 2 കൊണ്ട് പറ്റില്ല. അപ്പോൾ ശുദ്ധനായിട്ടൊരാളെ നമുക്ക് 5 ഉറുപ്പ്യ ദക്ഷിണ തന്നു വിചാരിക്കുക. ഒരാൾ 500 ഉറുപ്പ്യ ദക്ഷിണ തന്നു വിചാരിക്കുക. ഈ 500 രൂപ ദക്ഷിണ തന്നവൻ സ്വർണ്ണപ്പീടിക നടത്തണവനോ അല്ലെങ്കിൽ ബ്രാൻഡി ഷോപ്പ് നടത്തവനാണെങ്കിൽ അവൻ്റെ 500 രൂപ എനിക്ക് പ്രാരബ്ധത്തെ തരും. നേരെ മറിച്ച് 5 രൂപ തന്നവനുണ്ടല്ലോ, അതെനിക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരും. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അപ്പം നമ്പർ 2 കൊണ്ട് നമ്മൾ സ്വർണം പൂശി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് യാതൊരു കാര്യമില്ല. അതിന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട് ഒരു തുള്ളി വെള്ളം അല്ലെങ്കിൽ ഒരു കായ അല്ലെങ്കിൽ ഒരു ഇല തന്നാൽ ഞാൻ പ്രീതിപ്പെടും. പക്ഷേ അഹങ്കാരം കൊണ്ട് മഹാമേരു പർവ്വതം തന്നെ തന്നാലും എനിക്ക് തൃപ്തി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഓർമ്മ വരണം. ഈ ഉപദേശങ്ങളാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് മനുഷ്യദേഹം സർവാർത്ഥപ്രദം എന്നു മറക്കല. ഈ മാന്യനത്രയും പോരാ മഹാത്മാവും തപസ്സിയും. ഈ മാന്യൻ അത്രയും പോരാ. ഒരു മനുഷ്യൻ മാത്രമല്ല, ഇദ്ദേഹം മഹാത്മാവും തപസ്സിയുമാണ്. ഭക്ത്യാദി സാധനകൾ ചെയ്ത് ഉലകിൻ മാർഗദർശിയായി ആയുഷ്കാലം ഇതാവോളം ഭഗവന്മയമാക്കുവോൻ. ഈ 12 കൊല്ലം കിട്ടിയിട്ടുള്ള ശാപം കഴിഞ്ഞാൽ ഭക്ത്യാദി സാധനകൾ. എന്താ ഭക്തി ആദി സാധനകൾ എന്ന് പറഞ്ഞാൽ? ഭക്തി, ജ്ഞാന, വൈരാഗ്യം ഉണ്ടാവണം. വൈരാഗ്യമില്ലാതെ കണ്ട് ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഈശ്വരൻ നമ്മളെ ട്രയൽ ആൻഡ് എറർ ബേസിസിൽ ടെസ്റ്റ് ചെയ്യും. ഞാൻ എത്രയോ ടെസ്റ്റാണ് എനിക്ക്. അപ്പോൾ പറയും, അതാണ് ഭക്ത്യാദി സാധനകൾ ചെയ്ത് ഉലകിൻ മാർഗദർശിയായി. ഞാനിപ്പോൾ ചെയ്യുന്നത് അതാണ്. എന്നിൽ ആത്മവിശ്വാസം വെച്ചിട്ടുള്ളവർക്ക് കൂടുതൽ ധൈര്യവും യശസ്സും ഉണ്ടാക്കി കൊടുക്കലാണ് എൻ്റെ ജോലി.
അതുകൊണ്ടാണ് ഭക്ത്യാദി സാധനകൾ ചെയ്ത് ഉലകിൻ മാർഗദർശിയായി ആയുഷ്കാലം, ജീവൻ പോണവരെ എന്നർത്ഥം, അല്ലെങ്കിൽ മോക്ഷം നേടുന്നത് വരെ ആയുഷ്കാലം ഇതാവോളം ഭഗവന്മയമാക്കുവോൻ പ്രജാപാലന കർമ്മത്തിൽ ഈശ്വരൻ നിശ്ചയിക്കയാൽ. എല്ലാം ഈശ്വര നിശ്ചയമാണ്. പ്രജാപാലന കർമ്മത്തിൽ ഈശ്വരൻ നിശ്ചയിക്കയാൽ രക്ഷിക്കേണ്ടും ഭവാൻ. അങ്ങ് രാജാവായിരുന്നു, ഇനിയും രാജാവാവും. അപ്പം അങ്ങ് ഞങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങ് എന്താ ഞങ്ങളെ ശിക്ഷിക്കുന്നത്? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾക്ക് ചോദ്യം ചോദിക്കാൻ സാധിക്കണം. മക്കൾ തെറ്റ് ചെയ്താൽ മക്കളെ നേരായ വഴിക്ക് കൊണ്ടുവരാൻ നമ്മൾക്ക് പ്രാപ്തി ഉണ്ടാവണം. അപ്പോഴേ ഒരു അച്ഛനാവുള്ളൂ, അല്ലെങ്കിൽ ഒരു അമ്മയാവുള്ളൂ. അപ്പോൾ പ്രജാപാലന കർമ്മത്തിൽ ഈശ്വരൻ നിശ്ചയിക്കയാൽ രക്ഷിക്കേണ്ടും ഭവാൻ. കഷ്ടം ഭക്ഷിച്ചിടുകയോ നൃപ. ഇതൊരു ആവരണം. ഒരു മോണോ ആറ്റിനെ, ഒരു 100 വയസ്സ് പ്രായമുള്ള ഒരാൾ, ഒരു 100 വയസ്സ് ആയുസുള്ള ഒരാൾക്ക് ഒരു 12 കൊല്ലം വേഷപ്രച്ഛന്നം ചെയ്യണ കൂട്ടത്തിൽ ഒരു ശാപം കിട്ടി. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് രാജാവിൻ്റെ ജോലി ചെയ്യും, രാക്ഷസൻ്റെ ജോലി ചെയ്യരുത്, രാക്ഷസൻ്റെ ജോലി ചെയ്യരുത്. അതുകൊണ്ടാണ് അപ്പോൾ പറഞ്ഞു, പുത്രനെ കൊല്ലും അച്ഛൻ പോലെന്തോരന്യായ കർമ്മമാം. രാജാവ് പ്രജകളുടെ അച്ഛനാണ്. രാജാവ് പ്രജകളുടെ അച്ഛനാണ്. 5 തരം എന്നാ പറയാ. ജന്മം തന്നവൻ, ഭയത്തിൽ നിന്ന് രക്ഷിച്ചവൻ, വിദ്യ തന്നവൻ, പിന്നെ ഇൻലോ, ഫാദർ ഇൻലോ, രാജാവ്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കണം. പഞ്ചമാതാക്കളുണ്ട്, പഞ്ചപിതാക്കളുണ്ട്. അപ്പം ഇവിടെ പുത്രനെ കൊല്ലും അച്ഛൻ പോലെന്തൊരന്യായ കർമ്മമാം. ബ്രഹ്മഹത്യാ മഹാപാപം അങ്ങു ചെയ്യുക. ഒരിക്കലും ഒന്നുകൊണ്ടും അങ്ങ് എന്ത് ചെയ്യാൻ പാടില്ല, ബ്രഹ്മഹത്യാ പാപം ചെയ്യരുത്. അവിടെ നമുക്ക് നിർത്താം. 480 എപ്പിസോഡ് നമുക്ക് നാളെ പറയുകയും ചെയ്യാം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.